ഇന്നലെ പാർലമെന്റിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി ശബ്ദമുയർത്തിയതാണ്. അതുപോലെ തുടർച്ചയായി രണ്ടാം ദിവസവും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പാർലമെന്റിന് മുന്നിൽ ശക്തമായി സമരം നടത്തി കോൺഗ്രസ് എംപിമാർ. ഇതുവരെയും ബംഗ്ലാദേശിൽ ആക്രമണം നേരിടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരു വാക്കുരിയാടാൻ മോദിയോ BJPയോ തയ്യാറായിട്ടില്ല എന്ന് ഓർക്കണം. ഇന്ന് കോൺഗ്രസ് എംപിമാർ പാർലമെന്റിൽ എത്തിയത് ഒരു വശത്ത് ഇംഗ്ലീഷിലും മറുവശത്ത് ഹിന്ദിയിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ബാഗുമായിട്ടാണ്. ഒരു വശത്ത് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒപ്പം നിൽക്കുന്നു എന്ന്, മറുവശത്ത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു സ്റ്റാൻഡ് വിത്ത് മൈനോറിറ്റീസ് ഓഫ് ബംഗ്ലാദേശ്. ഇത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും സിഖും എന്നുവേണ്ട എല്ലാ മതത്തിലും പെട്ടവർ ഒരുമിച്ച് നിന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയോ ഭൂരിപക്ഷങ്ങളെയോ പോലും സംരക്ഷിക്കാത്ത വിവേകശൂന്യരായ മോദിക്കൂട്ടങ്ങളുടെ തൊലിയൂരി എടുക്കേണ്ടതാണ് കോൺഗ്രസിന്റെ എംപിമാരുടെ ഈ പ്രതിഷേധ പ്രകടനം. ഇവിടെ ആദ്യം മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് ആസാമിൽ നിന്നുള്ള കോൺഗ്രസിന്റെ കരുത്തനായ MP തരുൺ ഗൊഗോയി ആണ്. ഇവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു പ്ലാക്കാർഡിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രാമമുഖ്യൻ സന്തോഷ് ദേശ്മുഖിന്റെ കൊലപാതകികൾക്ക് ശിക്ഷ കൊടുക്കൂ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നീതി കൊടുക്കൂ. ഉറക്കം നടിക്കുന്നത് അവസാനിപ്പിച്ച് എഴുന്നേൽക്കൂ മോദിക്കൂട്ടങ്ങളെ. ഇന്ത്യയുടെ സർക്കാർ മറുപടി പറയൂ, പ്രധാനമന്ത്രി മറുപടി പറയൂ. പിന്നീട് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് മുംബൈ നോർത്ത് സെൻട്രലിൽ നിന്നുള്ള കോൺഗ്രസിന്റെ കരുത്തയായ ദളിത് MP പ്രൊഫസർ വർഷ ഗൈക്വാദ് ആണ്. ഇവിടെ ഭരിക്കുന്നത് ആരാണ് എന്ന് സാധാരണക്കാർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. സ്വന്തം അധികാരം കാക്കാനും അതിനുവേണ്ടി അദാനിക്ക് എല്ലാം വിറ്റ് തൊലയ്ക്കാനും മാത്രമാണ് മോദിയും കൂട്ടരും പണിയെടുക്കുന്നത്. എന്നാൽ അവർക്ക് അധികാരത്തിലെത്താൻ പാവപ്പെട്ട ഹിന്ദുക്കളുടെ വോട്ട് വേണം. അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വോട്ട് നൽകിയ ആളുകളുടെ കാര്യമോ അയൽ രാജ്യത്ത് ദുരിതം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളോ ഒന്നും ഇവർക്ക് വിഷയമേ അല്ല. ഏതായാലും കോൺഗ്രസ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറയാതിരിക്കാനാവില്ല. പതിവ് പോലെ BJP മന്ദബുദ്ധികൾ ഫേക്ക് ന്യൂസുകളുമായി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ. സ്വന്തമായി ഇതുവരെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ഒരു വാക്ക് പോലും ഉരിയാടാത്ത ഇവരുടെ മണ്ടന്മാരെ വീണ്ടും മണ്ടന്മാരാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ശ്രമം കണ്ടോ? അനുരാഗ് താക്കൂർ എന്ന ഫേക്ക് ന്യൂസ് BJP MP പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി പാലസ്തീൻ ഭാഗമായി വന്നിട്ട് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒരു വാക്കുപോലും പ്രിയങ്ക പറഞ്ഞില്ല. ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് പ്രാധാന്യമുള്ള കാര്യമാണെന്ന് അവരുടെ നേതാക്കൾ കരുതുന്നില്ല. പാലസ്തീൻ ബായികൊണ്ട് ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് നടത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ മനോനിലയാണ് കാണിക്കുന്നത്. ഇയാൾ ഈ പറയുന്നത് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ആണ്. പക്ഷേ വസ്തുത എന്നുള്ളത് ഇവർക്ക് ഒരു വിഷയമേ അല്ല. എങ്ങനെയും ഇവരുടെ മണ്ടന്മാരായി തന്നെ നിലനിർത്തിയില്ലെങ്കിൽ സ്വന്തം കസേര പോകുമെന്ന് ഇവർക്കറിയാം. പക്ഷെ മണ്ടന്മാരായ ഇവരുടെ സപ്പോർട്ടേഴ്സ് അത് ഒരിക്കലും മനസ്സിലാക്കുകയില്ല. സത്യത്തിൽ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും മാത്രമാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയത്. ഇയാൾ മാത്രമല്ല, ആയിരക്കണക്കിന് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി 2 രൂപ കൂലികളാണ് ഇതേ സെയിം ആർഗ്യുമെന്റുകളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്നത്.